എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 5 പിടക്കോഴികളെ അടവെച്ചതും അവർ വിരിഞ്ഞ് ഇറങ്ങിയതും ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ എത്ര വലുതായി എന്നുമുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾക്ക് 5, 6, 7 ആ രീതിയിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കോഴികളും അവരുടെ കുഞ്ഞുങ്ങളെ പോലെ ഒരുമിച്ചാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കുഞ്ഞുങ്ങളെ സ്റ്റാർട്ടിങ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ചിലത് വിരിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന് കാഴ്ചയില്ലാത്തൊരു കുഞ്ഞൊക്കെ ഈ ബാച്ചിലുണ്ടായിരുന്നു. വിരിഞ്ഞതിൽ ഒരു കഴുത്തിൽ കൊക്കയില്ലാത്ത കഴുകനാശാത്തി കോഴിയും പിന്നെ ബാക്കി പേർ നോർമൽ നാടൻ കോഴികളുമായിരുന്നു. അതിൽ 2 ബ്ലാക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി ഒരു 30 കുഞ്ഞുങ്ങളോ 32 കുഞ്ഞുങ്ങളോ ആ റേഞ്ചിലാണ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തി കുഞ്ഞുങ്ങൾ തന്നെ ആയിരുന്നു. ബാക്കി എല്ലാവരും പുള്ളി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക്, പിന്നെ കഴുത്തിൽ തൊക്കയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മിശ്രിതമായിട്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറേ പണികളുണ്ട്. കോഴിക്കൂടൊക്കെ കുറച്ച് വലുതാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറേ പണികൾ ബാലൻസ് ഉണ്ട്. അതിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അടുത്ത് തന്നെ അത് ചെയ്ത് തുടങ്ങണം. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ കോഴികളെ കൂടുതലായി വളർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പണികൾ നോക്കണം. ഇപ്പോൾ ഇവരുടെ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് 2 കോഴികൾ കൂടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നേക്ക് വേറൊരു ബാച്ചും കൂടി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 പേര് ഇപ്പോൾ ഇവരുടെ അമ്മമാരൊക്കെ ഇവരിനെ കൊത്തിയാട്ടിയിട്ട് വീണ്ടും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ ഒരു 2-3 പേര് ചീറാറായിട്ട് നിൽക്കുന്നുണ്ട്. അവരിനെ കൂടെ അടവെക്കണം. അതാണ് അടുത്ത പരിപാടി ഉള്ളത്. അപ്പോൾ ഇവരെ എല്ലാ അമ്മമാരും ഇപ്പോൾ കുത്തിയാട്ടി അതിനെ സെപ്പറേറ്റ് കൊത്തിട്ടിരിക്കുകയാണ്. കൂട്ടിൽ തന്നെയാണ്. ഇവരിനെ പുറത്ത് വിടാൻ തുടങ്ങിയിട്ടില്ല. ഈ ബാച്ചിലെ പകുതി കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു. ബാലൻസ് ഉള്ളത് 7 പേരാണുള്ളത്. അവർ കൂട്ടിലുണ്ട്. അതിന് കുറച്ചുകൂടെ വലുതായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് പേരെ നമുക്ക് ഇവിടെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെ പറ്റി നിർത്തണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബാച്ചിൽ നിന്നും 1-2 പേരിനെ നമ്മൾ നിർത്തും. ചേവന്മാരുണ്ട് പറഞ്ഞാൽ അതിനെ നിർത്തും. അതിനെ വലുതായിട്ടാണ് കൂടുതലും കൊടുക്കാറുള്ളൂ. അപ്പോഴാണ് ഇവിടെ ആളുകളുണ്ടാവുക. മറ്റത് വില നമ്മൾ പറയുന്ന റേറ്റ് നമുക്ക് ശരിയാവുന്നുണ്ടാവില്ല. വലുതാകുമ്പോഴാണ് കറക്റ്റായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് ഒരു കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ചാറ് കുടിക്കണ പ്രായമാകുമ്പോഴാണ് കൂടുതൽ ഒരിടത്തരം കുഞ്ഞുങ്ങൾ സെയിലാവാറ്. ബാക്കി ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളർത്താനുള്ളവരാണ് ഇങ്ങനെ കൊത്തിയാട്ടിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ ഒരു 5 പേരിനും കൂടി സെയിൽ ചെയ്യാനുണ്ട്. 2 പേരിനെ നമ്മൾ നിർത്തും. അപ്പോൾ അതിപ്പോൾ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. നമ്മൾ കാണിച്ച കുഞ്ഞുങ്ങളുടെ പ്രായം ഇതുവരെ ഈ പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും പെടക്കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത്. പൂവന്മാർ ഒരാളൊറ്റയാണ് ഇതിലുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് മുൻകൂട്ടായിട്ടുള്ളത്. അത് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു.